ഭർത്താവിനെയും കൊണ്ട് വേറെ ഒറ്റക്ക് പുരയിൽ പോയി താമസിക്കണമെന്ന് മരുമോൾക്ക് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? അമ്മായിമ്മ പീഡനം. കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അമ്മായിമ്മ വരെ എന്നെ ഉന്തി തള്ളിട്ടെന്ന് ഇവിടെ കേസ് കൊടുക്കും. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഭർത്താവിനെ പറ്റി പറയും, അയാളിനെ അടിച്ചു തല്ലി എന്ന് പറയും. അതിന് രണ്ടാള് സാക്ഷി നിൽക്കും. കോടതിക്ക് തെളിവുകളെ നോക്കാൻ കഴിയും. മനുഷ്യന്മാർ മനുഷ്യരിൽ വിധി പറയുന്ന ലോകമാണിത്. അന്യായം അന്യായമാണ്. പച്ചയായ നുണയായ വാദങ്ങൾ, നുണയായ കേസുകൾ. ആ നുണ കൊടുക്കുന്ന എന്തിനെന്നറിയോ? കുറച്ച് പൈസ വേണം, കോമ്പൻസേഷൻ വേണം, നഷ്ടപരിഹാരം വേണം, വിവാഹമോചനം വേണം. ഭൗതികമായ താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യായമായി നടത്തുന്ന കേസുകൾ. ഒരു മുസ്ലിമിന് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ അന്യായ കേസുകൾക്ക് മകള് പറഞ്ഞ ഉമ്മയും വാപ്പി സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. തന്റേതല്ലെന്നറിയാം, പക്ഷേ അന്യായമായും രേഖകൾ ഉണ്ടാക്കി മനുഷ്യരുടെ സമ്പത്തിനെ അപഹരിച്ചെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നത്. നീതിക്ക് വേണ്ടിയും അവനവന്റെ ഹക്കിന് വേണ്ടിയും ചെയ്യുന്ന പ്രശ്നങ്ങൾക്കപ്പുറം അന്യായമായി മനുഷ്യരുടേത് പിടിച്ചുപറ്റാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിചാരമുണ്ട്, പെണ്ണുങ്ങളുടെ ഭാഗമാണ് കോടതി. കോടതിക്ക് ഇപ്പൊ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്കിന്റെ ചാതുരി കൊണ്ട്, വക്കീലിന്റെ നാവുകൊണ്ട്, ഒരു വക്കീലിന്റെ അവതരണം കൊണ്ട്, ഒരു പക്ഷേ പച്ച സാധുവിന്റെ അന്യായമായ, അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത്. കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും. നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും, പക്ഷേ നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ. അമ്മായിമ്മയെ പറ്റി പീഡനത്തിന്റെ കേസ് കൊടുക്കുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച്, ഭർത്താവിന്റെ പെങ്ങന്മാരെ കുറിച്ച്, മരിച്ചുപോയ വല്യാപ്പാനെ കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം, ഒരു നാളിൽ നീയും ഒരു അമ്മായിമ്മയായി മാറും. നിന്റെ മകളെയും നീ കെട്ടിക്കും, നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും. നീ ഈ ചെയ്തതിന്റെ 10 മടങ്ങ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും. അന്യായമായിട്ടത് ചെയ്യരുത്. തൊലാക്ക് വേണോ? തൊലാക്ക് ചൊല്ലിപ്പിക്കോ? ഭർത്താവിനോട് പറയും, ചർച്ച നടക്കട്ടെ. എന്നതിൽ കവിഞ്ഞ് അന്യായമായൊരു മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കാൻ നുണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ 5 പവൻ ഉണ്ടാവില്ല, എന്നിട്ട് പറയും 50 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ്. തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? അവള് പറഞ്ഞതല്ലേ തെളിവുള്ളൂ. ഇവിടെ ഈ സാധു എന്നിട്ട് മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക. അത് അന്യായമായി തിന്ന് നടക്കുക. ഇതൊക്കെ നല്ലതാണോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കും. പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയല്ല, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം. ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ്. അള്ളാഹുവിന്റെ അർശ് വിറക്കുമെന്നാണ്. ഭൂമിയിൽ അദിലിനെതിരായി, നീതിക്കെതിരായി ഒരു സംഭവം നടക്കുകയാണെങ്കിൽ